ആദ്യം നമുക്ക് എഗ്ഗ് ഒന്ന് ഗ്രേറ്റ് ചെയ്യാം. അനിയന്റെ പേര് അർണവ്. അർണവിനെ നമുക്ക് പരിചയപ്പെടാം. അർണവ് ഇപ്പൊ ഏത് ക്ലാസ്സിലായി? അപ്പൊ അന്ന് ചെറുതിലേ തന്നെ അർണവ് കുക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പൊ അമ്മ എന്ത് ചെയ്തു? അമ്മ ടീച്ചറാണ്. പറഞ്ഞില്ലേ അമ്മ സ്കൂളിൽ നിന്ന് വരുമ്പോൾ കാത്തിരിക്കുന്ന മോഹം കട്ട് ചെയ്ത് തരാന്ന് പറഞ്ഞ് അമ്മയാണ്. അമ്മ സ്കൂളിൽ നിന്ന് വന്ന് കട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ മോള് കയ്യിൽ ഉണ്ടാക്കി കൊടുക്കും. കയ്യിൽ കണ്ടിട്ട് വേറെ എന്തൊക്കെ ചെയ്യും? ശരിയല്ലേ? ഓക്കെ. അപ്പൊ മുട്ട ഗ്രേറ്റ് ചെയ്ത് 2 മുട്ട ഗ്രേറ്റ് ചെയ്ത് ഇനി എന്തൊക്കെ വേണം? ഇനി നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്യണം. ഓക്കെ. ഓരോന്നായിട്ട് എടുക്കാം. സവാള ഇടാം. 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. അടുത്ത് ഗ്രീൻ ചില്ലി. ഓക്കെ. ഇത് ഒരെണ്ണമാണോ? ഒരു പച്ചമുളക് കുഞ്ഞു കുഞ്ഞായിട്ട് അരിയണം. അടുത്തത് മല്ലിയില. സ്പൈസസ് ഇടാം. ഗരം മസാല 1 സ്പൂൺ. ഇച്ചിരി മതി. അതിന് കുരുമുളക് അത് കുറച്ച് മതി. ഉപ്പ് ആവശ്യത്തിന് ഇടാം. ഇപ്പൊ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ. എന്തായാലും കട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇട്ടു. ഇനി നമുക്ക് മിക്സ് ചെയ്യാം. ലാസ്റ്റ് പൊട്ടിട്ടോ ബോയിൽഡ് പൊട്ടിട്ടോ. ഓക്കെ. വീട്ടിലിങ്ങനെ കുക്ക് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ പഠിക്കാൻ മടിച്ചിട്ട് കുക്ക് ചെയ്യാൻ അടുക്കളയിൽ കയറി ഒളിച്ചിരിക്കുന്ന കുറെ ആൾക്കാരൊക്കെ കാണും. അങ്ങനെയുള്ള എന്തെങ്കിലും സെറ്റപ്പ് ഉണ്ടോ? അങ്ങനെ അത്രയില്ല. ഞാൻ കുക്കിംഗ് ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. ഇഷ്ടപ്പെട്ടിട്ടാണ്. ഞാൻ ഇങ്ങനെ എന്തെങ്കിലും ട്രെൻഡിങ് ആവുന്ന കാണുമ്പോ എടുത്ത് ഉണ്ടാക്കുന്ന. അതെ. കേക്കോ അങ്ങനെ എന്തെങ്കിലും? കേക്ക് അമ്മ ഉണ്ടാക്കും. അമ്മ കേക്ക് ഉണ്ടാക്കും. അമ്മയുടെ കാര്യമല്ല. അമ്മയുടെ പേരെന്തായിരുന്നു? യാമിനി. ഓക്കെ. അച്ഛൻ അശോക്. ഇനി ബോയിൽഡ് പൊട്ടേറ്റോ ഇടാം. അപ്പം നേരത്തെ പറഞ്ഞില്ലേ കുക്കിങ്ങിന് ആദ്യം പഠിപ്പിച്ചു തന്നതും ഹെൽപ്പ് ചെയ്തൊക്കെ അമ്മമ്മയാണെന്ന് പറഞ്ഞില്ലേ? അമ്മമ്മയുടെ പേര് പറഞ്ഞില്ലേ? വനജാദേവി തങ്കച്ചി. നമുക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ബോൾസ് ആക്കാനുള്ളതാണ്. ഓക്കെ. അപ്പൊ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുമ്പോണ്ടല്ലോ ഇതിനൊപ്പം യൂട്യൂബ് ചാനലോ അങ്ങനെ എന്തെങ്കിലും പരിപാടി ഉണ്ടോ? യൂട്യൂബ് ചാനലുണ്ട്. യൂട്യൂബ് ചാനലിന്റെ പേര് എന്നോട് പറഞ്ഞല്ലേ? ശരി. താരെ പേര് സജസ്റ്റ് ചെയ്തേ? അത് നമ്മളിങ്ങനെ ഒറ്റ ഇടയ്ക്ക് ഒരു പരസ്യം ഉണ്ട്, 5 സ്റ്റാറിന്റെ പരസ്യം. അതിലൊരു പട്ടി ഇങ്ങനെ അവിടെ ഇരുന്ന ഒരു പരസ്യം. അതിൽ കൊള്ളാക്കാം. ഇതിൽ വെച്ചാൽ മതിയോ? ഇതിൽ പറയാനുള്ള ഏറ്റവും പ്രധാന കാര്യം മക്കൾ നല്ലപോലെ എന്താ പറയാ നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കണം. ചെയ്യുന്ന കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും കുട്ടികൾ ഹാപ്പി ആയിട്ട് അടുക്കളയിൽ ഇറങ്ങുന്നു, പാചകം ചെയ്യുന്നു, അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമുള്ള ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നു. അങ്ങനെയൊക്കെ ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ടുള്ള ഒരു ഫാമിലി ഏറ്റവും അത്യാവശ്യമുള്ള ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ അച്ഛൻ ഗാർഡനിങ് ചെയ്യുന്നു, അമ്മ കുക്കിംഗ് കട്ട് ചെയ്യാനൊക്കെ സഹായിക്കുന്നു, അതുപോലെ കുക്കിംഗ് പഠിപ്പിച്ചു തരുന്നു അല്ലേ? പഠിപ്പിച്ചായിരുന്നു. പാചകത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു അമ്മ. എന്താ വേണം ഇനി അപ്പച്ചന്റെ പങ്കൂടെ പറഞ്ഞേ കൊള്ളാം. അപ്പൊ എല്ലാത്തിലും ഉണ്ട്. എന്നെ ഡാൻസിന് വിടുന്നത്, ട്യൂഷന് വിടുന്നത്, എല്ലാ പരിപാടിയും അപ്പൂപ്പനാണ്. ഓക്കെ. അത്യാവശ്യമുള്ള എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് മുട്ട പൊട്ടിക്കാം. മുട്ട പൊട്ടിച്ചു. ഒരു മുട്ട മതി. അപ്പൊ ഈ മുട്ട കടകടകടേ. ഇനി അതിന് മുന്നേ കുരുമുളകും ഉപ്പും വേണം. അതെ.
ആവശ്യത്തിന് ഇടാം. ആ നേരത്തെ ഇതിനുള്ളിൽ കുരുമുളക് ഇട്ടാണല്ലോ, ഇതിൽ വീണ്ടും വേണം, ഇതിന് കുറച്ച് കുരുമുളക് കുറച്ച് മതി. ഓക്കെ. ഓൾറെഡി മുളക് ആഡ് ചെയ്തേട്ടാ. ശരി, നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ശരിക്കും ഇതൊക്കെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം കുക്ക് ചെയ്യുന്നു, പഠിക്കുന്നു, അവളുടെ ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. എൻഗേജ്ഡ് ആവണം കുട്ടികൾ നല്ല കാര്യങ്ങളിലൊക്കെ. നമുക്ക് എണ്ണ ചൂടാക്കാം. എണ്ണ ചൂടാക്കാം. നമുക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് എണ്ണ. ഇനി നമുക്ക് ഇത് മുട്ടയിൽ ഡിപ്പ് ചെയ്യാം. ഓക്കെ. പിന്നെ ബ്രെഡ് പൗഡറോ അങ്ങനെയൊന്നും വേണ്ട. 15 മിനിറ്റ്സിൽ ചെയ്യുന്നത് പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അതൊന്നും വേണ്ട. അത് ഇട്ടാലും കുഴപ്പമില്ല. ഇതിപ്പോ അല്ലാതെ ഉണ്ടാക്കാം. ഓക്കെ. വേറെ മുളക് പൊടി മഞ്ഞപ്പൊടി ഒന്നും വേണ്ട, വളരെ സിമ്പിളാണ്. ഏതായാലും അമ്മയ്ക്ക് ഭയങ്കര ഹാപ്പി അല്ലേ ഇങ്ങനെ ഉണ്ടാക്കും. ടയർഡ് ആയിരിക്കുമ്പോ ചായ ഒക്കെ എടുത്ത് അല്ലേ? ചായ ഇടോ? ചായ അത്യാവശ്യം റെഡി ആയോ? ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്ക് എടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ ആയി കുറച്ചും കൂടെ ആണെങ്കിൽ എടുക്കാം. നമുക്ക് എടുക്കാൻ ടൈമായി. നമുക്ക് എടുക്കാം. എടുക്കാൻ ടൈമായി. മിസ്റ്റർ കണ്ണാപ്പയുടെ സഹായം വേണം. ആക്ച്വലി വളരെ സിമ്പിളായിട്ട് 10-15 മിനിറ്റ് പോലും ആയിട്ടില്ല. വളരെ സിമ്പിളായിട്ട് കട്ട്ലറ്റ് ഉണ്ടാക്കാം. എന്തായാലും കട്ട്ലറ്റ് റെഡി ആയി കഴിഞ്ഞു. അപ്പൊ ഇത് നമുക്ക് തണുത്തിട്ട് സെർവ് ചെയ്യാം. അല്ല ആക്ച്വലി ഉള്ള കേട്ടോ, നല്ല ഭംഗിയുണ്ട് കാണാനൊക്കെ. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു കട്ട്ലറ്റ്. നമ്മൾ പ്രതീക്ഷിക്കുന്ന ആ ഒരു ലുക്ക് അല്ല ഇത്. വേറെ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു കട്ട്ലറ്റ് ആണ്. ഓക്കെ. അപ്പൊ എന്തായാലും കട്ട്ലറ്റ് റെഡിയായി. ഒന്ന് തണുക്കാൻ കാത്തിരുന്നു, തണുത്തു, സന്തോഷമായി. ഇനി നമുക്ക് കഴിക്കാം. പക്ഷെ കഴിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതിന് അവകാശം, ആദ്യം കഴിക്കേണ്ട അവകാശം ഇവിടെ ഞാനില്ല, അവകാശം വേറെ ഉണ്ട്. ഞാൻ വിളിക്കാം. കട്ട്ലറ്റ് ഒന്ന് സെർവ് ചെയ്യാം. മോനെ അർണവ് വരൂ. ആക്ച്വലി അർണവാണ് കുട്ടി ഷെഫ് എന്ന് പറയാൻ ഏറ്റവും പറയേണ്ടത് അർണവാണ്. അർണവ് കുക്ക് ചെയ്യുന്നു പറഞ്ഞു. എന്താ അർണവിന് ഏറ്റവും ഉണ്ടാക്കാൻ ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണം ഏതാ? കേക്ക് ഉണ്ടാക്കും. ശരിക്കും 6ാം ക്ലാസ്സിലല്ലേ പഠിക്കുന്നേ? ആണ്. ഇത് ഉണ്ടാക്കാൻ പഠിപ്പിച്ചതാരാ? യൂട്യൂബിൽ നോക്കി തനിയെ തന്നെ നമ്മൾ പഠിച്ച് റെഡിയാക്കി. അമ്മ കേക്ക് ഉണ്ടാക്കും പറഞ്ഞു. അമ്മ കേക്ക് ഉണ്ടാക്കും. എന്തായാലും കേക്കൊക്കെ ഉണ്ടാക്കും അല്ലേ? നമുക്ക് ചേച്ചി ഉണ്ടാക്കുന്ന കട്ട്ലറ്റ് എപ്പോഴും ഇഷ്ടമാണോ? ചേച്ചി ഉണ്ടാക്കുന്ന കട്ട്ലറ്റ് എടുത്തു. സോസ് വേണ്ട? വേണ്ട. സ്ഥിരമായിട്ട് ചേച്ചി ഉണ്ടാക്കുമ്പോ കൊള്ളാന്ന് പറയാറുണ്ടോ? ചേച്ചി പറഞ്ഞേ പറയൂലെന്ന്. ഇനി പറയണം കേട്ടാ, കൊള്ളാന്ന് പറയണം. നല്ലോണം പറഞ്ഞു. ഇച്ചിരി സോസ് എടുക്കട്ടാ. കൊള്ളാട്ടോ. നല്ല രസമുണ്ട്. നല്ല സ്പൈസിയാണ്. പിന്നെ സമാധാനമായിട്ടിരുന്ന് കഴിക്കാം. അത്രേ ഉള്ളൂ. നല്ല രസമുണ്ട്. ഒരു മണ്ടി കഴിക്കണ്ട പറ്റോ? അപ്പൊ എന്തായാലും വീണ്ടും പുതിയ അതിഥികളെ കണ്ട് കാണാം, പരിചയപ്പെടാം. വീണ്ടും പുതിയ ഡിഷുമായി ഞാനെത്തും. അതുവരേക്കും സൈനിങ് ഓഫ്, മേഘദാസ്.